കഴിഞ്ഞ 2-3 വീഡിയോസിലായിട്ട് ഞാൻ 2 മാട്രസ് നിങ്ങളെ പരിചയപ്പെടുത്തി. ഒന്ന് വേക്ക്ഫിറ്റിന്റെ ലാറ്റക്സ് മാട്രസും 2 വേക്ക്ഫിറ്റിന്റെ ഓർത്തോ മാട്രസും. ശരിക്കും പറഞ്ഞാൽ വേക്ക്ഫിറ്റിന്റെ 3 ടൈപ്പിലുള്ള മാട്രസ് വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് എക്സ്പേർട്ട് ഗ്രിഡ് എന്ന് പറഞ്ഞ പുതിയൊരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ 3 മാട്രസും കൂടെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റിയത് ഏതാണ്, നിങ്ങളുടെ ബഡ്ജറ്റിന്, നിങ്ങളുടെ യൂസിന്, നിങ്ങളുടെ പർപ്പസിന് എല്ലാം കൂടെ പറ്റിയ നിങ്ങളുടെ പോക്കറ്റ് കീറാത്ത മാട്രസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു ദിവസത്തിൽ നമ്മൾ 6, 7, 8 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് 6 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബെഡിലായിരിക്കും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ആയുസ്സും നമ്മുടെ എനർജിയും നമ്മുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റിയും ആ ഒരു ഡെയിലി പ്രൊഡക്ടിവിറ്റി എല്ലാം മാറ്റർ ചെയ്യുന്നത് നമ്മുടെ സ്ലീപ്പ് ഓക്കെ ആണെങ്കിൽ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ലപോലെ ഉറങ്ങുന്ന ദിവസമൊക്കെ എനിക്ക് നല്ല കിടിലമായിട്ട് പ്രൊഡക്ടിവിറ്റി ആയിട്ട് കിട്ടാറുണ്ട്. അല്ലാതെ ഉറക്കം നിന്ന് അല്ലെങ്കിൽ ഉറക്കം അളച്ച് അല്ലെങ്കിൽ നല്ലപോലെ ഉറങ്ങാൻ പറ്റാത്ത സ്റ്റേജൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ, നിങ്ങൾ ഉറങ്ങുന്ന ദിവസമാണോ ഉറങ്ങാത്ത ദിവസമാണോ ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി എന്നോട് പറയണം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ലാറ്റസ്റ്റ് മാട്രസും ഓർത്തോപെഡിക് മാട്രസും ആൻഡ് ലാസ്റ്റിൽ എക്സ്പേർട്ട് ഗ്രിഡ് മാട്രസും കൂടെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഫേം കംഫോർട്ട് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ലാറ്റസ്റ്റ് മാട്രസ് ചൂസ് ചെയ്യാം. അതല്ല, നിങ്ങൾ കുറച്ച് പ്രായമായ ആൾക്കാർക്ക് വേണ്ടിയാണ് മാട്രസ് നോക്കുന്നത്, അല്ലെങ്കിൽ നല്ല നടുവേദനയൊക്കെ ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് നല്ല ബാക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്തോ മാട്രസ് ചൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഭയങ്കര സ്വെറ്റിങ്ങിന്റെ അസുഖമുണ്ട്, അതായത് ഭയങ്കരമായിട്ട് വിയർക്കും, ഫാൻ ഇട്ടാലും വിയർക്കും, AC ഇട്ടാലും ഈ കൈയൊക്കെ വിയർക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കൂളിംഗ് എഫക്ട് തരുന്ന മാട്രസ് ആണ് എക്സ്പേർട്ട് ഗ്രിഡ് മാട്രസ്. ഇനി ആദ്യം പറഞ്ഞ ലാറ്റിസ് മാട്രസിന്റെ കേസ് നമുക്ക് നോക്കാം. 100% നാച്ചുറൽ ലാറ്റക്സ് ആണ് നമുക്ക് ലാറ്റിസ് മാട്രസിൽ കാണാൻ സാധിക്കുക. ഇതിന് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ കൂളിംഗ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സോഫ്റ്റ് സപ്പോർട്ട് നമുക്ക് ബാക്കിൽ ലഭിക്കും. അവർ പറയുന്ന അനുസരിച്ച് ബോഡി പ്രഷർ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി കഴുത്തിനും തലയ്ക്കും ഷോൾഡറിനും ലോവർ ബാക്കിനും എല്ലായിടത്തും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പ്രിംഗ് ഉണ്ടല്ലോ, അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഓർത്തോ മാട്രസ് വരുന്ന സമയത്ത് 1.25 ഇഞ്ചിന്റെ മെമ്മറി ഫോം ആണ് ഓർത്തോ മാട്രസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് ടൈപ്പിലുള്ള ബോഡി ഷേപ്പ് ആണെങ്കിലും ഈ ഒരു സാധനത്തിൽ പോകും. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു ലക്ഷറി ഫീൽ ഉള്ള മാട്രസ് ആണ് വേണ്ടത്, ഭയങ്കര ചൂടടിക്കും, ചില മാട്രസ് കണ്ടില്ല നമുക്ക് ചൂടെടുക്കും, പെട്ടെന്ന് വെറുതെ ഫാനിൽ കിടന്നാൽ പോലും ചൂടെടുക്കും. ഇതങ്ങനല്ല, ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടുന്ന നല്ല ലക്ഷറി ഫീൽ ഉള്ള മാട്രസ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് ഗ്രിഡ് കൺസിഡർ ചെയ്യാം. എക്സ്പേർട്ട് ഗ്രിഡിന്റെ ഈ ഒരു മാട്രസിൽ 3300-ലധികം ചാനൽസ് ഈ ഒരു മാട്രസിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ കിടന്ന് ഉറങ്ങുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനി നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിനെ പറ്റി നോക്കാം. ഓർത്തോ മാട്രസിലും ലാറ്റക്സ് മാട്രക്സിലും നമുക്ക് എയറോടെക്സ് നിറ്റ് ഫാബ്രിക് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ എക്സ്പേർട്ട് ഗ്രിഡിലോട്ട് വരുമ്പോൾ എയറോടെക്സിന്റെ തന്നെ പ്രീമിയം ഫാബ്രിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിനെല്ലാം മുകളിൽ നമുക്ക് ബെഡ് കവറും കിട്ടും. അത് നമുക്ക് റിമൂവ് ചെയ്ത് ഈസി ആയിട്ട് വാഷ് ചെയ്ത് നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. വേക്ക്ഫിറ്റിന്റെ ഈ 3 മാട്രസും 3 ലെയറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ബേസ് ലെയർ, മിഡിൽ ലെയർ, ടോപ്പ് ലെയർ. ഇതിൽ ലാറ്റക്സിൽ ടോപ്പ് ലെയർ 25 mm, ഓർത്തോയിൽ 1.25 ഇഞ്ചിന്റെയും ആൻഡ് എക്സ്പേർട്ട് ഗ്രിഡിൽ എക്സ്പേർട്ട് ഗ്രിഡ് എന്ന് പറഞ്ഞ ഒരു ഡെഡിക്കേറ്റഡ് ലെയറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിഡിൽ ലെയറിൽ വരുവാണെങ്കിൽ ലാറ്റക്സിൽ 2.75 ഇഞ്ചിന്റെ റെസ്പോൺസീവ് സപ്പോർട്ട് ഫോമും, മിഡിൽ ലെയർ വരുവാണെങ്കിൽ ഈ 3 മാട്രസിലും റെസ്പോൺസീവ് സപ്പോർട്ടീവ് ഫോമാണ് 2.75 ഇഞ്ചിന്റെ. തേർഡ് ലെയർ വരുവാണെങ്കിൽ നമുക്ക് ഈ 3 മാട്രസിന്റെയും സൈസ് ആയി നോക്കാം. നമുക്ക് ഈ ഇഞ്ചസ് കണക്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് ഇഞ്ച് കണക്കിൽ, അതായത് 10 ഇഞ്ച് ഉണ്ട്, 8 ഇഞ്ച് ഉണ്ട്, 7 ഇഞ്ച് ഉണ്ട്, 6 ഇഞ്ച് ഉണ്ട്, 11 ഇഞ്ച് ഉണ്ട്. ഇങ്ങനെ നമുക്ക് തിക്നെസ് ഈ ഒരു മാട്രസിന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും, കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. സൈസ് കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിന്റെ തിക്നെസ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതനുസരിച്ചാണ് ഈ ബേസ് ലെയർ അവർ സെറ്റപ്പ് ചെയ്യുക. ഞാനിപ്പോൾ തന്നെ നോക്കിയേ, ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന മാട്രസിന് കിങ് സൈസ് ഉണ്ട്, ക്യൂൻ സൈസ് ഉണ്ട്. അതിൽ തന്നെ താഴെയായിട്ട് തിക്നെസ് എഴുതിയിരിക്കുന്നുണ്ടോ 6 ഇഞ്ച്, 8 ഇഞ്ച്, 10 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞ്. ഇതിൽ 10 ഇഞ്ചാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന മെത്ത. 10 ഇഞ്ചിലൊക്കെ കിടന്ന എൻ്റെ മോർണിംഗ് എന്താ സുഖം എന്നറിയോ. നമുക്കെല്ലാം അറിയുന്ന പോലെ വേക്ക്ഫിറ്റിന്റെ മാട്രസിന് നമുക്ക് 15 വർഷത്തെ വാറണ്ടിയാണ് ലഭിക്കുന്നത്. അതുപോലെ നമുക്ക് അപ് ടു 100 ഡേയ്സ് വരെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചയക്കാനുള്ള സെറ്റപ്പും വേക്ക്ഫിറ്റിന്റെ സൈറ്റിൽ കാണിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഈ പറഞ്ഞ 3 മാട്രസിനും 4.4, 4.5, 4.6 എന്നീ റേറ്റിംഗുകൾ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കാണാം. ലാറ്റക്സ് മാട്രസ് അറൌണ്ട് 8,000 രൂപ മുതൽ 24,000 രൂപ വരെ, അതായത് കിങ്, ക്യൂന്, സിംഗിള്, ചിൽഡ്രൻ ബെഡ് എന്നീ പറഞ്ഞ കാറ്റഗറിയിൽ 24,000 രൂപ വരെ നമുക്ക് മേടിക്കാൻ സാധിക്കും. നേരെ മറിച്ച് ഓർത്തോ മാട്രസ് നമുക്ക് 6,200 രൂപ മുതൽ 22,000 രൂപ വരെ ഈ പറഞ്ഞ കിങ്, ക്യൂന് എന്നീ പല സൈസുകളിൽ നമുക്ക് മേടിക്കാൻ സാധിക്കും. എക്സ്പേർട്ട് മാട്രസ് ആണെങ്കിൽ നമുക്ക് 8,600 രൂപ മുതൽ 24,000 രൂപ വരെ ഈ പറഞ്ഞ 3 സൈസിൽ നമുക്ക് മേടിക്കാൻ സാധിക്കും. നിങ്ങളുടെ യൂസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങൾക്ക് ആർക്ക് യൂസ് ചെയ്യാനാണ് എന്നൊക്കെ നോക്കിയിട്ട് ഈ പറഞ്ഞ മാട്രസ് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ സാധിക്കും. ക്യാഷ് ഓൺ ഡെലിവറി പോലുള്ള സംഭവങ്ങളുണ്ട്, അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സൈസും നിങ്ങളുടെ എല്ലാം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കുമ്പോൾ ജസ്റ്റ് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്കുണ്ടെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാം, എന്ത് ചെയ്യാം. അപ്പോൾ എൻ്റെ കൂപ്പൺ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.